ആറന്മുളയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതി കായംകുളം സ്വദേശി നൌഫലിന് ജീവപര്യന്തം തടവും 1.80 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ കോടതി വിശ്വാസത്തിലെടുത്ത് മാതൃകാപരമായ ശിക്ഷ വിധിച്ചെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഹരികൃഷ്ണൻ പ്രതികരിച്ചു. വളരെ നല്ല ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യതയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ശിക്ഷ നൽകിയിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷ നൽകിയിട്ടുണ്ട്. പട്ടികജാതി ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. നല്ല ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതിജീവിത എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ അത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി നേരിട്ടത് ഒരു പെൺകുട്ടികൾക്ക് നേരിടാവുന്ന ഏറ്റവും ക്രൂരമായ ഒരു പീഡനമാണ്. കോവിഡ് രോഗിയായിരിക്കെ ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ ശാരീരിക ഉപദ്രവം ആണ് ആ കുട്ടി നേരിട്ടത്. ആ കുട്ടി അതിനെ തുടർന്ന് മാനസികമായി വളരെ തകർന്നു പോവുകയും അത് ആത്മഹത്യക്ക് ശ്രമിക്കുകയും പോലെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വസ്തുതകളും കൂടെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനും ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടി കോടതിയിൽ സാക്ഷിമൊഴി നൽകിയ സമയത്ത് അത് ആംബുലൻസിനുള്ളിലെ ശബ്ദരേഖ കോടതിയിൽ കേൾപ്പിച്ചപ്പോൾ ബോധം കെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ആ കുട്ടിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ട ഒരു പീഡനത്തിന് മതിയായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. 2020 സെപ്റ്റംബർ 5 രാത്രി യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് നൌഫൽ പീഡിപ്പിച്ചത്. 4.5 വർഷമായി വിചാരണ തടവിലാണ് നൌഫൽ. ലൈംഗിക പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, തടങ്കലിൽ വെക്കൽ, ആയുധം ഉപയോഗിക്കാതെയുള്ള ഉപദ്രവം, പട്ടികജാതി പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ പ്രതി ചെയ്തെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ആംബുലൻസിൽ പന്തളത്തുനിന്ന് അടൂരിലേക്കുള്ള യാത്രക്കിടെ വഴിമാറ്റി കൊണ്ടുപോവുകയും യുവതിയെ നൌഫൽ പീഡിപ്പിക്കുകയുമായിരുന്നു. യുവതി മൊബൈൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ ശേഖരിച്ചത് പിന്നീട് കേസിൽ നിർണായക തെളിവുകളായി മാറി. സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.